എന്നോട് ആദ്യം ചോദിച്ചത് എക്സിറ്റ് പോളുകളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു BJP നേതൃത്വവും ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് അത്ര വലിയ ആവേശത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ കഴിഞ്ഞ 2 വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റുന്ന ഒരു കാഴ്ച കാണുന്നത്. ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും, അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, പിന്നീട് വന്ന ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിക്കോട്ടെ, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു സൂചനയായി നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്ന്. ഇനി എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാമെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, മഹാഗഠബന്ധന് അനുകൂലമായും അല്ല മഹാസഖ്യത്തിന് അനുകൂലമായും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്ന 2 എക്സിറ്റ് പോളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആക്സിസ് മൈ ഇന്ത്യ പോലെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു വളരെ ഇഞ്ചോടിഞ്ച് ഒരു മത്സരമാണ് പ്രവചിച്ചിരിക്കുന്നത്. RJD കോൺഗ്രസ് മുന്നണിക്കും അല്ല മഹാസഖ്യത്തിനും ഭൂരിപക്ഷത്തിനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ പോയി. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മാറ്റി നിർത്തി ഒരു ചർച്ച ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത അല്ലെ ഏതാനും കഴിഞ്ഞ മാസങ്ങളിലും വർഷങ്ങളിലും തെറ്റായി പോയി എന്ന് തെളിയിക്കപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പുറകെ നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം 20 വർഷമായി നിതീഷ് കുമാർ ബീഹാറിന് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 2 മുന്നണികൾക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനം ഏകദേശം ഏറെക്കുറെ തുല്യമായിരുന്നു, 38%. ചെറിയ പോയിന്റിന്റെ ചെറിയ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാലും 37.9% കോൺഗ്രസ് മുന്നണിക്ക് അല്ലെ RJD മുന്നണിക്ക് ലഭിച്ചത്. അത്രയും തന്നെയായിരുന്നു NDA മുന്നണിക്കും ലഭിച്ചത്. പക്ഷെ ഈ സീറ്റിലുണ്ടായ ഒരു 10-14 സീറ്റിലുള്ള വേരിയേഷൻ, അതാണ് BJP മുന്നണിയെ അധികാരത്തിൽ എത്തിച്ചത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞങ്ങൾക്ക് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അതേ വോട്ട് ശതമാനം തന്നെ, 38% വോട്ട് ശതമാനം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നോക്കിയാലും 39 സീറ്റിൽ 2024, അതായത് നമ്മുടെ തൊട്ട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് അത്ര മോശമല്ലാത്ത ഒരു പെർഫോമൻസ് ബീഹാറില് RJD കോൺഗ്രസ് മുന്നണി അല്ലെ മഹാസഖ്യം കാഴ്ചവെക്കുകയുണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യപ്പെട്ട വിഷയം? നമ്മൾ ബീഹാറിലെ ഇപ്പോഴത്തെ അവസ്ഥ, 20 വർഷമായി നിതീഷ് കുമാർ, കൃത്യമായി പറഞ്ഞാൽ 2005 മുതൽ അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത്, ഇപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ വികസന നായകൻ എന്നൊക്കെ രീതിയിലുള്ള പരിപ്രേക്ഷ്യങ്ങൾ എന്ന രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹത്തിന് നൽകുന്നത്. എന്താണ് ഈ 20 വർഷം? കാരണം ഒരു ഭരണാധികാരിക്ക് തന്റെ ഒരു നാട് മാറ്റിമറിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു സമയമാണ് 20 വർഷം. അത് ഒരു ചെറിയ കാലയളവല്ല. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ വലിയ സഹായം നമ്മൾ കണ്ടു. ബീഹാറിലൊക്കെ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തില് ഒരു 500 കോടിയുടെ കണക്ക് പറഞ്ഞ കേന്ദ്ര സർക്കാർ 24,000 കോടി രൂപ വാരിക്കോരി കൊടുക്കുകയായിരുന്നു ബീഹാറിൽ. ഏത് കേന്ദ്ര പദ്ധതിയിൽ വന്നാലും അക്കാര്യത്തിലൊക്കെ നിതീഷ് കുമാർ വളരെ മിടുക്കനാണ്, വളരെ കഴിവ് തെളിയിച്ച ആളാണ്. അദ്ദേഹം ബാർഗെയിൻ ചെയ്ത് വിലപേശി തന്നെ വലിയ കേന്ദ്ര പദ്ധതികൾ, അതുകൊണ്ടാണ് വലിയ ഈ പറയുന്ന റോഡുകള്, ഹൈവേകള്, വലിയ പാലങ്ങള്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനകം ഏറ്റവും അധികം പാലങ്ങൾ പൊളിഞ്ഞു വീണ ചിത്രവും നമ്മൾ കണ്ടത് ബീഹാറിൽ നിന്നാണ്. അപ്പോൾ വലിയ രീതിയിൽ കോടാനുകോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബീഹാറിലേക്ക് ഒഴുകിയുണ്ടായി. പക്ഷെ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു വികസനം ബീഹാറിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്നും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിൽക്കുന്നത് ഏകദേശം 10%. ദേശീയ ശരാശരി 5-6% നിൽക്കുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് ഇപ്പോഴും ബീഹാറിലെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത്. ഏകദേശം 3 കോടിയോളം ബീഹാറികളാണ് ബീഹാറിന് പുറത്തുപോയി അതിഥി തൊഴിലാളികളായി ജോലി ചെയ്യുന്നത്. നമ്മുടെ കേരളം ഉൾപ്പെടെ, ബീഹാർ ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ, മെട്രോ സിറ്റികൾ ഉൾപ്പെടെ നമുക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് ബീഹാറിൽ നിന്നുള്ളതാണ്. 3 കോടിയോളം, വെരി ഹ്യൂജ് നമ്പർ. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മ തന്നെയാണ്. ഈ 20 വർഷം കൊണ്ട് തങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധത്തിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാരുടെ, കാരണം നമുക്കറിയാം ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു വലിയ മുന്നേറ്റമാണ് ലോകമെമ്പാടും കണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ യൂത്തിനെ കയ്യിലെടുക്കാൻ വേണ്ടിയാണല്ലോ BJP മുന്നണിയുടെ അല്ലെ NDA സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഞങ്ങൾ 1 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്നാണ്. അപ്പോൾ അത് തന്നെ അവർ അഡ്മിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ
അല്ലെ യൂത്തിന്റെ അവരുടെ സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല, അവരുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് 26 ജില്ലകളിലൂടെ കടന്നുപോയ 1300 കിലോമീറ്റർ വരുന്ന അദ്ദേഹത്തിന്റെ ആ പദയാത്രയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാഹനയാത്രയിലെ ഏറ്റവും അധികം അവിടെ തടിച്ചുകൂടിയത് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു ആവേശം, ചെറുപ്പക്കാര് നടത്തുന്ന ഒരു മുന്നേറ്റം, അത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. ഇപ്പോൾ 20 വർഷം ഭരിച്ച ഗവൺമെന്റിന് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രസ് കാർഡും അവതരിപ്പിക്കാൻ ഇല്ല എന്നതുകൊണ്ടാണല്ലോ അവസാനം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നൽകി ഡിപ്പോസിറ്റ് ചെയ്ത് പോലും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കേണ്ട അതിന്റെ അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു. ശ്രീ റോണി കെ ബേബി, അങ്ങനെ ബീഹാറിന് നിതീഷ് കുമാറോ അല്ലെങ്കിൽ ഇപ്പോൾ അധികാരത്തിലുള്ള NDA സർക്കാരിനെ കൊണ്ടോ ഒരു തരത്തിലുമുള്ള ഗുണമില്ല എന്നതാണല്ലോ താങ്കളുടെ വാദഗതി. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പാർട്ടി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഈ 20 വർഷം പ്രതിപക്ഷത്തിരിക്കുന്നത്? കാരണം ബീഹാറിന്റെ രാഷ്ട്രീയം 950 മുതൽ ഇങ്ങോട്ടുള്ള ബീഹാർ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ആധിപത്യമുണ്ടായിരുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ലേ? ഏതാണ്ട് 1990-കൾ വരെ നിങ്ങൾ അടക്കി ഭരിച്ച സംസ്ഥാനമല്ലേ ബീഹാർ? എന്തേ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു കഴിഞ്ഞ 20 വർഷമായിട്ട്? ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഞാൻ അവിടെ വികസനങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേന്ദ്ര പദ്ധതികളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഫണ്ട് ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചത്, കാരണം ഇപ്പോഴും ബീഹാറിന്റെ 60-70% എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയാണ്. അവിടേക്ക് വികസനങ്ങൾ എത്തിയിട്ടില്ല. ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങൾ അവര് അവിടെ ബീഹാറിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോഴും ഒരു ശൗചാലയം പോലും ഇല്ലാത്ത നിരവധിയായിട്ടുള്ള ഗ്രാമങ്ങൾ ബീഹാറിൽ ചൂണ്ടിക്കാട്ടിയുണ്ടായി. അവിടുത്തെ സ്ത്രീകൾ പ്രഭാതം പുലരുന്നതിന് മുമ്പ് 3 മണിക്ക് 4 മണിക്ക് പോലും എണീറ്റ് പല സ്ത്രീകൾക്കും ഈ പറയുന്ന ശാരീരിക പ്രശ്നങ്ങൾ പോലും ഉണ്ട്, കൃത്യമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും കിട്ടാത്തത്. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ പോയി അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പിന്നെ അങ്ങ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് അധികാരത്തിൽ വരാതിരുന്നത്? ഞങ്ങൾ അവസാനം അവിടെ അധികാരത്തിൽ എത്തിയത് 1989. പക്ഷെ നമുക്കറിയാം ഇപ്പോഴും ബീഹാർ ഇന്ത്യയിലെ ബീമാരു സ്റ്റേറ്റുകൾ ഇന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നത്, നീതി ആയോഗ് പോലെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് ബീമാരു സ്റ്റേറ്റുകൾ എന്നാണ്. അതിൽ ഒന്നാമത് വരുന്നതാണ് ബീഹാർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒന്ന് എന്നത് ജാതി രാഷ്ട്രീയം തന്നെയാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ ഇവിടെ ഇപ്പോൾ നിതീഷ് കുമാർ, നമുക്കറിയാം സെൻട്രൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിനു ശേഷം ഉത്തരേന്ത്യയിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരു സംവരണ രാഷ്ട്രീയമുണ്ട്, ഒരു മണ്ഡൽ രാഷ്ട്രീയമുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ മഹാദളിതുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ദളിതുകൾക്കും പിന്നോക്കം നിൽക്കുന്ന മഹാദളിതുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വോട്ട് ബാങ്കിനെ ഉണ്ടാക്കി. അത് കൃത്യമായി തന്നെ BJPയുടെ സവർണ ജാതി രാഷ്ട്രീയമായി കൂട്ടിച്ചേർന്ന് കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള RJDക്ക് അവിടെ ജാതി രാഷ്ട്രീയമില്ലേ? കോൺഗ്രസിന് ജാതി രാഷ്ട്രീയമില്ലേ? RJDയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ യാദവ മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാതിയുടെ രാഷ്ട്രീയം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് BJP ആണ് 2014 ശേഷം. അതായത് ഇപ്പോൾ UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും മുൻപ് ഒരു പാറ്റേൺ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന ജാതിക്കാർ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും, ഇന്ന ജാതിക്കാർ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും. നോക്കൂ, 2014 ശേഷം അങ്ങനെ ഒരു പാറ്റേൺ തന്നെ പറയാൻ പറ്റില്ല. താങ്കൾക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന ജാതിക്കാർ ഇന്ന ആളുടെ കൂടെ തന്നെയാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടോ? നമുക്കറിയാം, നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നിന്നുകൊണ്ട് ഒരിക്കലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴും ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ എന്തുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ അല്ലെ BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം അവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും സമർത്ഥമായി കരുക്കൾ നീക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ പറയുന്ന നിതീഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയത് ഇപ്പം അങ്ങ് പറയുന്നല്ലേ, ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് RJD, ശക്തമായി ഇപ്പോഴും ഒരു യാദവ മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിച്ച് നിൽക്കുന്ന, പിന്നെ RJD ഉണ്ട്. എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങളിലും പിന്തുണയുമായി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി അധികാരത്തിന്റെ ഭരണത്തിന്റെ മുഴുവൻ സ്വാധീനം ഉപയോഗിച്ച് നമുക്കറിയാം ചിരാഗ് പസ്വാൻ, കാരണം ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി LJP അത് കഴിഞ്ഞ തവണ BJP മുന്നണിയിൽ ഇല്ലായിരുന്നു. പക്ഷേ LJP എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഒരു ജാതി രാഷ്ട്രീയ വിഭാഗത്തെ പ്രതികരിക്കുകയാണ്. ആ LJP പോലെയുള്ള പാർട്ടികളെ കൃത്യമായി തന്നെ BJP വീണ്ടും അവരുടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, കാരണം നമുക്ക് കഴിഞ്ഞ തവണ അറിയാം എന്തുകൊണ്ടാണ് BJPക്ക് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് തന്നെ എത്തി, അല്ലെങ്കിൽ വലിയൊരു സമഗ്രാധിപത്യത്തിലേക്ക് കഴിഞ്ഞ തവണ പോകാൻ കഴിയാതിരുന്നത്. LJP മുന്നണിക്ക് പുറത്തു നിന്നുകൊണ്ട് JDUവിനെതിരെ മത്സരിച്ചു.
ഏകദേശം 45-46 സീറ്റുകളിൽ അവർ മത്സരിച്ചത് മുഴുവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന JDU-വിനെതിരെയാണ്. അവിടെയെല്ലാം JDU-വിന്റെ വോട്ടുകൾ കട്ട് ചെയ്തുകൊണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ വോട്ടുകൾ കട്ട് ചെയ്തത് BJP അവിടെ പ്ലേ ചെയ്തത് മുഴുവൻ ഒരു മുന്നണിക്കകത്ത് നിന്നപ്പോൾ തന്നെ മുന്നണിയില് ഒന്നാമത്തെ കക്ഷിയായി വളർന്നു വരിക, ഇതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന JDU-വിന്റെ സീറ്റുകൾ കട്ട് ചെയ്യുക. അതിനുവേണ്ടി അവരൊരു കറുത്ത കുതിരയായിട്ട് ഉപയോഗിച്ചതാണ് ഈ ചിരാഗ് പാസ്വാന്റെ പാർട്ടി. പക്ഷെ ആ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഇപ്പോൾ NDA മുന്നണിയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അധികാരത്തിന്റെ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജാതി രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ഞങ്ങളെ ഞങ്ങൾക്ക് CPI ഉണ്ട്, അല്ലെ CPIM ഉണ്ട്, CPIML ഉണ്ട്. നമുക്ക് അവിടെ ഒരു ജാതി ബേസ് ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ മുന്നണിയിലില്ല. പക്ഷെ അവിടെ BJP മുന്നണിയിൽ വളരെ കൃത്യമായി തന്നെ അവിടെ ജാതി രാഷ്ട്രീയത്തെ, സ്വത്ത് രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പിന്നെ അവിടെ നടത്തുവാനായിട്ട് നിതീഷ് കുമാറിന് പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിതീഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ പ്രാവശ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നിതീഷ് കുമാർ BJP മുന്നണിക്കൊപ്പമായിരുന്നെങ്കിലും അദ്ദേഹത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ SIR പോലെയുള്ള അല്ലെ വോട്ടർ പട്ടിക പരിഷ്കരണം പോലെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഇവിടെ ബീഹാറിന് 2 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. ഒന്ന് മഗധ, പാറ്റ്ന ഉൾപ്പെടെ വരുന്ന മഗധ മേഖല, അവിടെയാണ് BJP മുന്നണിക്ക് മേൽക്കൈയുള്ളത്. കോൺഗ്രസ് മുന്നണിക്ക് മേൽക്കൈയുള്ളത് നമ്മുടെ സീമാഞ്ചൽ പോലെയുള്ള മേഖലകളിൽ. അത് എന്ന് പറയുന്നത് വളരെ പിന്നോക്കമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന, പക്ഷെ അവിടെ ഈ SIR നടപ്പാക്കിയപ്പോൾ മഗധ മേഖലയിൽ ലക്ഷക്കണക്കിന് പുതിയ വോട്ടുകൾ വരികയുണ്ടായി. പക്ഷെ ഈ സീമാഞ്ചൽ പോലുള്ള മേഖലകളിൽ ഞങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ഇവിടെ വലിയ രീതിയിലുള്ള വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതോടുകൂടി ഈ പറഞ്ഞ മതന്യൂനപക്ഷങ്ങൾക്ക് ഈ നിതീഷ് കുമാറിലുള്ള വിശ്വാസം പൂർവ്വം BJP മുന്നണിക്കൊപ്പമായിരുന്നപ്പോൾ പോലും ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന മതന്യൂനപക്ഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങള് വലിയ രീതിയിൽ നിതീഷ് കുമാറിൽ നിന്ന് അകന്നിരിക്കുന്നത് അത് ഈ പറയുന്ന NDA മുന്നണിക്ക് ഒരു തിരിച്ചടിയാകുവാനുള്ള സാധ്യതകളാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അവിടെ നടത്തിയ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രകൾക്ക് കിട്ടിയ വലിയ സ്വീകാര്യത അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ്. കോൺഗ്രസിനെ എതിർക്കുന്ന ദേശീയ മാധ്യമങ്ങൾ പോലും അവിടെ ചെന്ന് വലിയ രീതിയിൽ ആ വാർത്ത അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് എത്രയോ വലിയ സ്വീകാര്യത കിട്ടി. കോൺഗ്രസ് 100 സീറ്റിലേക്ക് ലോക്സഭയിൽ ഉയർന്നു, BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അതുപോലെ ഒരു വലിയ സ്വീകാര്യതയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം ഇന്ന് രാവിലെയും പ്രകടിപ്പിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ എല്ലാം ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളതിനെ ഒരു തരത്തിലും ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ അതിനെ പരിഗണിക്കുന്നില്ല. ഞങ്ങൾ 100% കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ഈ പ്രഭാതത്തില് ബീഹാറിലേക്കുള്ള കൗണ്ടിങ്ങിലേക്ക് ഞങ്ങൾ പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്തത്. പക്ഷേ സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെ അവർക്കൊരു സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ? 65 കോൺഗ്രസ് ആവശ്യപ്പെട്ടിടത്ത് 58 മാത്രമേ നൽകുകയുണ്ടായി. അതുമാത്രമല്ല പല മണ്ഡലങ്ങളിലും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിച്ചേർന്നത് എന്തുകൊണ്ടായിരിക്കാം? 58 സീറ്റിലല്ല ഞങ്ങൾ മത്സരിക്കുന്നത്, 62 സീറ്റിലാണ് കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നത്. 3 സീറ്റുകളിൽ സൗഹൃദ മത്സരമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയത് 70 സീറ്റായിരുന്നു. അത് ഈ പ്രാവശ്യം 62 സീറ്റായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ വികാസ് ഇന്ത്യശീലൻ പാർട്ടി പോലെയുള്ള VIS പോലെ VIP പോലെയുള്ള പാർട്ടികൾ പുതുതായി മുന്നണിയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ നമുക്ക് അവരെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു സ്വാഭാവികമായിട്ടും. അതുപോലെ RJDയുടെ സീറ്റുകൾ കഴിഞ്ഞ തവണ RJD മത്സരിച്ച സീറ്റുകളിൽ നിന്ന് ഒരു 10-15 സീറ്റോളം പിന്നെ അവർ ഈ പ്രാവശ്യം കുറച്ചാണ് പിന്നെ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പിന്നെ അത് ഒരു മുന്നണിയാകുമ്പോൾ അവിടെ ഈ പറയുന്ന BJP മുന്നണിയിലും ഒക്കെ എത്രയോ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മുന്നണിയാകുമ്പോൾ സ്വാഭാവിക ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. 3 സീറ്റില് സൗഹൃദ മത്സരമാണ്, അല്ലാതെ അത് റിബൽ മത്സരമല്ല. ഞങ്ങൾ രണ്ട് കൂട്ടർ കൂടി തന്നെ പരസ്പര ധാരണയോട് കൂടി പിന്നെ ഞങ്ങൾക്ക് മേൽക്കൈയുള്ള ഞാൻ പറഞ്ഞ സീമാഞ്ചൽ മേഖലയില് ഞങ്ങൾക്ക് മേൽക്കൈയുള്ള ഞങ്ങൾ ഉറപ്പായും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 സീറ്റുകളില് സൗഹൃദ മത്സരമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ട്രെൻഡ് വരുമ്പോൾ ഒരു സംസ്ഥാന വ്യാപകമായി ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും അവിടെ ഏറ്റവും അധികം വിന്നബിലിറ്റി ഈ മുന്നണിയിൽ ഏത് സ്ഥാനാർത്ഥിക്കാനുള്ളത് അവർക്ക് അനുകൂലമായി ജനങ്ങള് പിന്നെ വോട്ട് ചെയ്യും. നമുക്ക് ഈ ബീഹാറിന്റെ ഒക്കെ ഒരു ചിത്രം വളരെ വ്യക്തമാണ്. അത് നമ്മൾ റോണിക്ക ബേബി അങ്ങ് തുടരുക.